ദിവസം ഇതിങ്ങനല്ലേ, നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണിച്ചില്ലെങ്കിലും വിഷമം ഉണ്ടല്ലോ, അതിങ്ങനെ ചില സമയത്ത് ഇതങ്ങ് മൂക്കും. അപ്പോൾ അങ്ങ് സങ്കീർണമായ വികാരങ്ങളാണ്, പല വികാരങ്ങൾ ഒരുമിച്ച് വരും. സങ്കടം വരും, പിന്നെ അരിശം വരും. ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ പ്രയാസം അങ്ങ് വരും, പിന്നെ അങ്ങ് ദേഷ്യം വരും. അങ്ങനെയൊക്കെ വളരെ മനസ്സ് പൊട്ടി ഒരു ദിവസം ആരാധന ചാപ്പലിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ദൈവമേ, ഈ ദിവസങ്ങൾ ഒത്തിരിയായി ഇവിടെ വന്നിട്ട്, പക്ഷെ ഈ വിഷമമൊന്നും മാറുന്നില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു വചനം എൻ്റെ കണ്ണിൽപ്പെട്ടു. ഞാൻ അതിനു മുമ്പ് അത് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആ വചനം അങ്ങനെ ആ വേദനയിൽ ബൈബിൾ തുറക്കുമ്പോൾ അന്ന് ദൈവം കാണിച്ചു തന്ന ഒരു വചനമാണ് നിയമാവർത്തനം 33:25 മുതൽ 27 വരെ. ആ വചനം ഇങ്ങനെയാണ്: നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. യശ്രൂൺ നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി വികായസിലൂടെ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം. നിന്നെ താങ്ങുന്നത് അവന്റെ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. സംഹരിക്കൂ, അവിടുന്ന് പറയും, ഇസ്രായേൽ സുരക്ഷിതരായി വസിക്കും. വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല, വീണ്ടും വായിച്ചു. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും. വെറുതെ കേട്ടോ, ഇത് ശക്തിയാണ് ഇതിനകത്ത് മുഴുവൻ. ശക്തി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വാക്കിനും തരാൻ പറ്റാത്ത ശക്തി. എന്താണിത് പറയാനുള്ള ആധികാരികത? എന്താണിത് പറയുമ്പോഴുള്ള നിങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ആശ്വാസവാക്കിനും ആശ്വസിക്കാൻ പറ്റാത്ത വലിയ മാനസിക വേദനയിൽ പിടഞ്ഞുകൊണ്ടിരുന്നൊരു നേരത്ത് ലേപനം പോലെ ദൈവം വന്ന് തൂവൽ സ്പർശം കൊണ്ട്, സ്നേഹത്തിന്റെ തൂവൽ സ്പർശം കൊണ്ട്, സ്നേഹത്തിന്റെ തേൻ കൊണ്ട് ഹൃദയത്തെ ഇങ്ങനെ തൂത്ത് തന്ന് തണുപ്പിച്ച് തന്നൊരു വചനാണ്. അതുകൊണ്ടാണ് അതിന് അത്രയ്ക്ക് ശക്തിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് വെറുതെ കേട്ടോ, നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. യശ്രൂൺ നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. യശ്രൂൺ നിന്റെ ദൈവത്തെ പോലെ വേറെ ആരുമില്ല.